നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക്കിലെ ബോയ്സ് ഹോസ്റ്റലിൽ നിന്നും വൻ കഞ്ചാവ് വേട്ട. ഇന്നലെ രാത്രി മുതലാണ് ഹോസ്റ്റലിൽ റെയ്ഡ് നടത്തിയത്. റെയ്ഡ് ഇന്ന് പുലർച്ചെ വരെ തുടർന്നു. നിലവിൽ ഇവിടെ നിന്നും 3 വിദ്യാർത്ഥികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പോലീസിനെ കണ്ടതോടെ മറ്റു 3 പേർ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഇന്നലെ രാത്രി 9 മണിയോടെ ആരംഭിച്ച പരിശോധന 7 മണിക്കൂറോളം നീണ്ടുനിന്നു. പരിശോധനയിൽ കണ്ടെടുത്ത കഞ്ചാവ് ഹോളി ആഘോഷത്തിനായി എത്തിച്ചതാണെന്നാണ് പോലീസിന്റെ നിഗമനം. പോലീസിനെ കണ്ട് ഓടി രക്ഷപ്പെട്ടവർക്കായി അന്വേഷണം പുരോഗമിക്കുകയാണ്. ഹോളി ആഘോഷങ്ങൾക്കായി കോളേജ് ഹോസ്റ്റലിനുള്ളിൽ ലഹരി സൂക്ഷിക്കുന്നുണ്ട് എന്ന വിവരത്തെ തുടർന്നായിരുന്നു അധികൃതർ പരിശോധന നടത്തിയത്. മെഷീൻ അടക്കം ഉപയോഗിച്ച് കൃത്യമായി അളന്ന് കഞ്ചാവ് ചെറിയ പാക്കറ്റുകളിലാക്കുന്നതിനിടെയായിരുന്നു പോലീസിന്റെയും ഡാൻസ് ഓഫിന്റെയും സംയുക്ത പരിശോധന. ഇതിനിടയിലാണ് 3 പേർ പിടിയിലായത്. പിടിയിലായവരിൽ ഒരു SFI പ്രവർത്തകനുമുണ്ടെന്നാണ് വിവരം. നിലവിൽ ഇവർ കളമശ്ശേരി പോലീസ് സ്റ്റേഷനിലാണുള്ളത്. കൂടുതൽ പ്രതികൾ കേസിൽ അറസ്റ്റിലാകാൻ സാധ്യതയുണ്ടെന്നും പോലീസ് വിലയിരുത്തുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് എത്തിച്ചു നൽകിയത് ആരാണെന്ന് കണ്ടെത്താനും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. FIR-ൽ കൊല്ലം കുളത്തൂപ്പുഴ സ്വദേശി ആകാശ് പ്രതിയാണ്. 1.5 കിലോയിലധികം കഞ്ചാവാണ് ആകാശിന്റെ മുറിയിൽ നിന്നും കണ്ടെടുത്തത്. ഹരിപ്പാട് സ്വദേശി ആദിത്യൻ, കരുനാഗപ്പള്ളി സ്വദേശി അഭിരാജ് എന്നിവരുടെ മുറിയിൽ നിന്നും 9 ഗ്രാം കഞ്ചാവും പിടികൂടിയിട്ടുണ്ട്. വളരെ ഗൗരവത്തോടെയാണ് സംഭവത്തെ നോക്കിക്കാണുന്നതെന്നും ഇതൊരൊറ്റപ്പെട്ട സംഭവമാണെന്ന വിലയിരുത്തലില്ലെന്നും KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ പറഞ്ഞു. ക്യാമ്പസുകളിൽ ലഹരി തുടച്ചുമാറ്റേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.